മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് 2023 മെയ്യിൽ തുടങ്ങിയ കലാപം ഇപ്പോഴും മണിപ്പൂരിനെ അശാന്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാപ്പ് പറച്ചിലുമൊക്കെയായി വന്നിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന സൂചനകളുണ്ടോ ആ വാക്കുകളിൽ എന്നതാണ് നാം ഇനി അടുത്തതായി പരിശോധിക്കുന്നത്. പ്രമോദ്, ഈ ബിരേൻ സിംഗിൻ്റെ മാപ്പപേക്ഷ, അതിനുശേഷം അവിടുത്തെ ഈ പറയുന്ന അങ്ങനെ മാപ്പപേക്ഷ നടത്തുമ്പോൾ തന്നെ അദ്ദേഹം അവിടുത്തെ ഈ എങ്ങനെയായിരുന്നു കലാപം, അതിൻ്റെ കണക്കുകളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ താരതമ്യേന അവിടെ ശാന്തമാകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വിശ്വാസമാർജിക്കാൻ കഴിയുന്ന ചരിത്രമാണോ ഈ രക്തപങ്കിലമായ ഒരു വർഷത്തിലധികം അദ്ദേഹം തന്നെ സൃഷ്ടിച്ച ആ മണിപ്പൂരിലുള്ളത്? ഒരിക്കലുമല്ല. ഈ മാപ്പ് പറച്ചിൽ യഥാർത്ഥത്തിൽ ഒരു വളരെ പരിഹാസ്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുള്ളൂ വേണം. കാരണം 1.5 വർഷത്തോളമായി അവിടെ നടക്കുന്ന ഈ പറഞ്ഞ രീതിയിൽ വളരെ രക്തപങ്കിലമായ കലാപങ്ങൾ, വളരെ ആസൂത്രിതമായ കലാപങ്ങളെന്നും കൂടി പറയണം. നമ്മൾ കേവലമായിട്ടത് ഒരു എതിർച്ചയാ പൊട്ടിപ്പുറപ്പെടുന്ന കലാപങ്ങൾ, വംശീയ കലാപമാണ്, വിവിധ ഗോത്രങ്ങൾ തമ്മിലുള്ളതാണ് എന്നൊക്കെ അതിനെ ജനറലൈസ് ചെയ്യുന്ന സമീപനം ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രധാനമായും സംഘപരിവാർ പക്ഷത്തു നിന്ന് തന്നെയാണ് ആ സമീപനം വന്നത്. അതല്ല, യഥാർത്ഥത്തിൽ വളരെ ആസൂത്രിതമായി ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുക്കി വിഭാഗത്തിൻ്റെ വളരെ ന്യൂനപക്ഷമായ കുക്കി വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക് തന്നെയായിരുന്നു നടന്നത്. നമുക്ക് വനിതയെ നഗ്നയായി നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ മുഴുവൻ ഈ 1.5 വർഷത്തോളം മുഴുവൻ ഒരു വാക്കുകൊണ്ട് പോലും ഇതിൽ ഖേദം തോന്നാതിരുന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴിത് ഇങ്ങനെയൊരു മാപ്പ് പറച്ചിലെന്ന് പറയുന്നത്, അതിനുവേണ്ടി ഒരു ഡിസംബർ 31 ഒരു വൈകുന്നേരം ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് തികച്ചും പരിഹാസ്യമാണ് എന്നല്ലാതെ പറയാൻ കഴിയില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആത്മാർത്ഥതയുടെ ഒരു കണിക വൈകിയെങ്കിലും പോകട്ടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണാമായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാഹചര്യമല്ല നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു മനംമാറ്റം സംഭവിച്ചതിൻ്റെ കാര്യമല്ല നമ്മൾ അവിടുത്തെ. കോൺഗ്രസ്സുകാരനായിട്ടുണ്ട്, അതിനു മുമ്പ് വേറെ അവിടുത്തെ തന്നെ പറയുന്നത് ജനാധിപത്യ പാർട്ടിയിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹം, ഈ ബിരേൻ സിംഗ്. എന്നാൽ തന്നെയും ഇപ്പോൾ അദ്ദേഹം BJP ആണ്, RSSൻ്റെ നിലപാടുകൾക്കൊപ്പമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും കാണാൻ നമുക്ക് കഴിയില്ല. കാരണം ഇദ്ദേഹം ഇങ്ങേ അറ്റത്തുള്ള ഒരു കണ്ണിയാണ് ഈ വിഷയത്തിൽ. ഇതിൻ്റെ അങ്ങേയറ്റത്തെ കണ്ണി അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ RSS ആവട്ടെ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തോന്നാത്ത ഖേദപ്രകടനം ഇവിടെ തോന്നിയതുകൊണ്ട് കാര്യമില്ല. അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ രാജ്യത്തെ ജനതയാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാവുന്നത്. അവരാണ് ഇനി അഥവാ ഒരു എന്താ പറയുക, ഒരു സ്വാഭാവികമായ വംശീയ കലാപമാണ് അതെന്ന് അവർ പറയുന്ന രീതിയിലാണെങ്കിൽ പോലും അവിടെ പോയി അവരെ സമാശ്വസിപ്പിക്കുക എന്നൊരു ദൗത്യം തനിക്കുണ്ട് എന്ന് തോന്നാത്ത പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രി, ആ പാർട്ടിക്കാരനായ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഒരു ക്ഷമാപണത്തിന് യാതൊരു അർത്ഥവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, ബിരേൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനമൊഴിയാനുള്ള സമ്മർദ്ദം വളരെയധികമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരിൽ നിന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ MLA-മാരിൽ നിന്ന് വിമത ശബ്ദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. സഖ്യകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ട്, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ഇങ്ങനെ പറയുന്ന ചെറിയ സഖ്യകക്ഷി ഇന്ത്യയിലെ തന്നെ പാർട്ടികളിൽ നിന്ന് വരുന്നുണ്ട്. ഇതിങ്ങനെ ഒരു തരത്തിലും, കാരണം എന്താ വെച്ചാൽ ഈ സമീപ ദിവസങ്ങളിൽ പോലും വീണ്ടും ആയുധങ്ങൾ കണ്ടെടുക്കുകയാണ്, കലാപം നടക്കുകയാണ്, വെടിവെപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോലും സമ്മർദ്ദം, NDAയ്ക്കുള്ളിൽ നിന്ന് പോലും സമ്മർദ്ദം അദ്ദേഹം നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കാനോ ഒരു പുറമേ ഞാൻ വേണ്ടത് ചെയ്തു എന്ന് വരുത്താനോ ഒക്കെയുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ കാണിച്ചത് എന്നല്ലാതെ മറ്റൊന്നും നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രശ്നം ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, ഒരു ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ അതിനെ ഡീൽ ചെയ്യുക എന്നതിൽ തന്നെ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമേ അവിടുത്തെ അത് ഒരു രാഷ്ട്രീയമായി കാണേണ്ട, അതിന് പരിഹാരം കാണേണ്ട പല നിലയ്ക്കും അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഒരു കാരണവശാലും ഈ സർക്കാർ പോയിട്ടില്ല, അവിടുത്തെ NDA സർക്കാർ പോയിട്ടില്ല. പിന്നെ ബിരേൻ സിംഗ് അതിനുള്ള യാതൊരു തരത്തിലുള്ള നീക്കവും നടത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു എന്താ പറയുക, ഒരു ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു.
രാഷ്ട്രീയമായി അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു, മറ്റെല്ലാ നിലയിലും സമ്പൂർണ്ണമായി പരാജയപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ക്ഷമാപണം എന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് കോൺഗ്രസ് അതിനോട് വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ക്ഷമാപണം ഞങ്ങൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയിൽ നിന്നാണ് എന്ന് പിന്നെ അത് പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസ്. അതേസമയം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു ബിരൻ സിംഗ് എന്ന് പറയണം. അല്ലാതെ കലാപം ഒരു വഴിക്കും ഞാൻ അതിൻ്റെ കാഴ്ചക്കാരനോ അല്ലെങ്കിൽ ഞാനത് നിയന്ത്രിക്കേണ്ടിയിരുന്ന ഒരാളോ എന്ന നിലയിൽ അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ അല്ലെങ്കിൽ അവരുടെ ഒരു നടത്തിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ കലാപമാണ് ഇത് എന്ന് കാണണം. അതുകൊണ്ട് ബിരൻ സിംഗിന് അതിനകത്ത് പങ്കാളിത്തമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് ഒഴിയാൻ യാതൊരു തരത്തിലും സാധിക്കില്ല. ശരി, അജിംസ്, ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അദ്ദേഹം മണിപ്പൂർ പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണല്ലോ. പക്ഷേ ഇപ്പോൾ ഇവരുടെ ബുദ്ധിശാലയിൽ ഇങ്ങനൊരു ചിന്തയുണ്ടാകുമോ? ഇതിനൊരു കുറ്റവാളിയെ കണ്ടെത്തണം, എന്നാലേ പ്രധാനമന്ത്രിക്ക് അതിൻ്റെ മേളിൽ ഇനി എന്തെങ്കിലും ആക്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ബിരൻ സിംഗിനെ കൊണ്ട് മാപ്പ് പറയിക്കുക. ബിരൻ സിംഗിനെ കൊണ്ട് മാപ്പ് പറയിക്കുമ്പോൾ ഇതിൻ്റെ ഏക ഉത്തരവാദി ഒരാളാണ്, അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. ഇനി കേന്ദ്രത്തിന് ഇടപെടാം. ക്രിസ്തീയ വിഭാഗവുമായി ബന്ധപ്പെട്ട സൗഹാർദ്ദത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു വിഷയം മണിപ്പൂരുമാണ്. അങ്ങനെ ഒരു ഉപായമാണോ ഈ മാപ്പപേക്ഷ? എനിക്ക് ആ മാപ്പപേക്ഷ കണ്ടിട്ട് അതൊരു മാപ്പപേക്ഷയായിട്ട് പോലും തോന്നിയിട്ടില്ല. അതൊരു പുതുവത്സര സന്ദേശമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റാണത്. അദ്ദേഹം പുതിയ വർഷത്തെ വരവേൽക്കുകയാണ്. നമുക്ക് പാസ്റ്റിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റി, നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാം, ഇതുവരെ നടന്ന മോശം കാര്യങ്ങൾക്ക് ഞാൻ മാപ്പ് പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു മാപ്പപേക്ഷയായിട്ട് ഞാൻ കാണുന്നില്ല, അതൊരു പുതുവത്സര സന്ദേശം മാത്രമാണ്. ഓക്കെ, കാരണം വെച്ചാൽ അതൊരു കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓൺഗോയിങ് കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ പുതുവത്സരാശംസ നേരാൻ കഴിയും. അല്ലാതെ പിന്നെ നമ്മളെല്ലാം ഹാപ്പിയാണ്, നമുക്ക് പുതിയ ഉത്സവത്തെ വരവേൽക്കാം എന്നല്ലല്ലോ പറയാം. നമുക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഞാൻ തന്നെ മാപ്പ് പറയുന്നു. അദ്ദേഹം അത് ഏറ്റെടുക്കുക പോലും അല്ല ചെയ്യുന്നത്. അതിലൂടെ ഈ കലാപത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയല്ല. ഈ കലാപങ്ങൾക്കൊരു ഗ്രഹപാഠം എന്ന് പറഞ്ഞാൽ ബാബു ഭരദ്വാജിൻ്റെ ഒരു നോവലുണ്ട്. നമ്മൾ ഇന്ത്യയിലെ കലാപങ്ങളെ ശ്രദ്ധിച്ചറിയാം. അതിങ്ങനെ സ്വിച്ച് ഇടുന്ന പോലെ തുടങ്ങുകയും സ്വിച്ച് ഇട്ടതുപോലെ അവസാനിക്കുകയും ചെയ്യും. അതിനൊരു സെയിം പാറ്റേൺ ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ കലാപങ്ങൾക്കും ഒരൊറ്റ പാറ്റേണാണ്. തുടങ്ങുന്നു, സ്വിച്ച് ഇട്ട പോലെ നിൽക്കുന്നു, അങ്ങനെ മെല്ലെ മെല്ലെ നിൽക്കുകയല്ല ചെയ്യുക. ഏറ്റവും അവസാനം ഡൽഹി കലാപം നോക്കുക, പൊടുന്നതിനെ അങ്ങ് നിന്നുപോയി. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇത് കൃത്യമായി ഗ്രഹപാഠം ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കലാപങ്ങളായതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങാനും അവസാനിപ്പിക്കാനും കഴിയുന്നത്. പക്ഷെ മണിപ്പൂരിൽ അങ്ങനെയല്ല. മണിപ്പൂരിലെ കാരണം എന്ന് വെച്ചാൽ മണിപ്പൂർ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ വർഷങ്ങളായി RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായൊരു സ്ഥലമാണ്. അവർക്ക് അവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അതിപ്പോൾ ബംഗാളാവട്ടെ, അസാമാവട്ടെ, ത്രിപുരയാകട്ടെ, ആ ഏരിയ മുഴുവൻ RSSന് സവിശേഷമായ താല്പര്യമുള്ള മേഖലയാണ്. മാത്രവുമല്ല ഈ മേഖല എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക്കലി വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പലതരം സോഷ്യോ പൊളിറ്റിക്കൽ ഘടകങ്ങളുള്ള ഡെമോഗ്രഫിയാണ് അവിടുത്തേത്. ഇപ്പോൾ മണിപ്പൂർ തന്നെ എടുക്കുക. മണിപ്പൂരിൽ നേരത്തെയും ക്ലാഷസ് ഉണ്ട്. ഇപ്പോൾ ബിരൻ സിംഗ് കഴിഞ്ഞ ദിവസം ജയറാം രമേശിന് മറുപടി കൊടുക്കുന്നുണ്ട്. അവിടെ പ്രധാനമന്ത്രി പോയില്ലെന്ന് നോക്കുമ്പോൾ അവിടെ മുമ്പ് നടന്ന ക്ലാഷുകളിൽ 90s നടന്ന ക്ലാഷുകൾ നടക്കുമ്പോൾ അന്ന് PV നരസിംഹറാവും IK ഗുജറാൾ അവിടെ പോയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇവിടെ ജയറാം രമേശ് ചെയ്യുന്ന എന്താണ്? ഈ കലാപത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി മുഖ്യമന്ത്രിയിലേക്കും പ്രധാനമന്ത്രിയിലേക്കും ചാർത്തി കൊടുക്കുകയാണ്, പൊളിറ്റിക്കലി ചാർത്തി കൊടുക്കുകയാണ്. നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദി, നിങ്ങൾ തീർക്കണമെന്നാണ് ആ പറയുന്നതിനർത്ഥം. അതിനർത്ഥം അന്ന് പ്രധാനമന്ത്രിമാർ പോയോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഈ കലാപത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന മറ്റ് കലാപങ്ങളെക്കാൾ മറ്റ് കലാപങ്ങൾ സ്വിച്ചിട്ടാൽ തുടങ്ങുകയും സ്വിച്ച് ഓഫ് ചെയ്ത് അവസാനിക്കുകയും ചെയ്യെങ്കിൽ ഇതങ്ങനെ അവസാനിക്കില്ല. അതിൻ്റെ കാരണം നേരത്തെ തന്നെ ഗോത്രീയമായ ഭിന്നതയുള്ള ജനസമൂഹം ഉണ്ട് അവിടെ. ആ ഗോത്രീയമായ ഭിന്നതയെ RSS ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ RSSന് സവിശേഷമായി പറയാൻ കാരണം ഇന്ന് കലാപത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ മെയ്തൈ വിഭാഗത്തിൻ്റെ തീവ്രവാദ സംഘടനകൾ മുഴുവൻ RSS ട്രെയിൻഡാണ്. അതിൻ്റെ നേതാവ് തന്നെ പഴയ ABVP കാരനാണ്. അവർ ട്രെയിൻ ചെയ്ത ആളുകളാണ്. അപ്പോൾ തെങ്കോലിൻ്റെ നേതാവ്. അപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവർക്ക് നിർത്താൻ പറ്റില്ല. കാരണം ഈ പഴയ വൈരാഗ്യം കിടക്കുകയാണ്. എന്ന് മാത്രമല്ല ഇവരെല്ലാം ട്രെയിൻഡ് RSS കേഡേഴ്സൊന്നുമല്ല. മാത്രമല്ല ഈ ജനസമൂഹം ഇപ്പോൾ കുക്കികൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻസാണ്, മറ്റേത് ഹിന്ദുസാണ് മെയ്തൈ. അപ്പോൾ ഈ മെയ്തൈ മുഴുവൻ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ആളുകളുമല്ല. അവർക്ക് അവരുടെ ഒരു ദേശീയതയുണ്ട്, മെയ്തൈ ദേശീയതയുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രൈഡ് എന്ന് പറയുന്നത്. ആ പ്രൈഡിൻ്റെ മുകളിലാണ് മുമ്പ് കുക്കി മെയ്തൈ സംഘടന ഉണ്ടായിട്ടുള്ളത്. നാഗാ കുക്കി സംഘടനകളും ഈ പറയുന്ന ഗോത്ര പ്രൈഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നടക്കുന്നത് തുടങ്ങി വെച്ചു, ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഒരു പ്രശ്നം തുടങ്ങി വെച്ചത് ഇവർക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. എൻ്റെ കാരണം ഈ കലാപകാരികൾ മുഴുവൻ കൺട്രോൾ ഇവരുടെ കയ്യിലല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഈ കലാപം നടന്നോട്ടെ എന്ന ഒരു മനോഭാവം ഇതിലുണ്ട്. അതല്ലെങ്കിൽ ഭരണകൂടം വിചാരിച്ചാൽ ഇപ്പോൾ നോക്കുക, ഈ കലാപത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നടന്നത് എന്താണ്? ഈ ഇംഫാലിലെ പോലീസിൻ്റെ ആമറി ജനക്കൂട്ടം ആക്രമിക്കുന്നു. അവിടെ നിന്ന് പോലീസിൻ്റെ ആമറി മോഷ്ടിച്ചു കൊണ്ടുപോയി കലാപത്തിന് ഉപയോഗിക്കുന്നു.
ഇത് ഭരണകൂടത്തിൻ്റെ സഹായവും മൗനാനുവാദമില്ല ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഇത് ഭരണകൂടം നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ സ്വിച്ചിട്ടാൽ തുടങ്ങുന്ന കലാപം സ്വിച്ചിട്ട് നിർത്താൻ ഭരണകൂടത്തിന് കഴിയണം. അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ബിരേൻ സിംഗിന് മാത്രമല്ല ബിരേൻ സിംഗിന് ആജ്ഞ സ്വീകരിക്കുന്ന ആളുകൾക്കും, അതാരായാലും അവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. അക്കൗണ്ടബിലിറ്റി ചാർത്തുകയാണ് വേണ്ടത്, അല്ലാതെ മാപ്പ് പറഞ്ഞുകൊണ്ടതിൽ കാര്യമില്ല. എന്തായാലും മണിപ്പൂരിനൊരു ബാധ്യതയാണ് ബിരേൻ സിംഗ്. മോദിക്ക് ബാധ്യതയാകാതിരിക്കാനുള്ള ഉപായമാണോ മാപ്പപേക്ഷ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. ഇതോടെ ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുകയാണ്. നമസ്കാരം.